ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ടൊരു വീഡിയോ എല്ലാം ചെയ്തിട്ട് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു മാല സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. മാല, കമ്മൽ, ബ്രേസ്ലെറ്റ്. അപ്പോൾ ഇത് മൂന്നും ചെയ്യാനായിട്ട് ഞാൻ റെയിൻബോ ഷെയ്ഡിലുള്ള സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കമ്മൽ ചെയ്യുന്നത് റിങ്ങിലാണ്. അപ്പോൾ നമുക്കിനി ഇത് ചെയ്തു തുടങ്ങാം. ഗിയർ ലോക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട നീളത്തിനനുസരിച്ച് ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കൊളുത്ത് ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗിയർ ലോക്ക് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സ്റ്റോൺ ഇതിലേക്ക് കോത്ത് കൊടുക്കുന്നത്. ഞാൻ 11 സ്റ്റോൺ വെച്ചിട്ടാണ് ഒരു മാല സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്തെടുക്കാം. ലോക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഗിയർ ലോക്ക് കൊടുത്തു, അതിന് ശേഷം ഒരു സ്റ്റോൺ കൊടുത്തു, പിന്നെ 2 ഗിയർ ലോക്കാണ് കൊടുക്കുന്നത്. ഒരു സ്റ്റോണിന് 2 ഗിയർ ലോക്ക് എന്ന രീതിയിലാണ് നമ്മൾ കോത്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് കോത്തെടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ മുത്ത് എല്ലാം കോത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജംറിങ് ഇട്ട് ലോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ലോക്ക് അവിടെ കൊളുത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് മാല ചെയ്യുമ്പം ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്ക് മുത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്താൽ കുറച്ചുകൂടെ ഒരു വൃത്തിക്ക് കിട്ടും. അതായിരിക്കും എളുപ്പമെന്നും തോന്നുന്നു. അപ്പോൾ നമുക്കിതൊക്കെ ഓരോന്നോരോന്ന് എങ്ങനെയാണെന്നുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം. എത്ര അടുപ്പിക്കണോ അല്ലെങ്കിൽ എത്ര വിട്ട് വെക്കണോ അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ എല്ലാം നോക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ കത്രിക വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാലയൊന്ന് സെറ്റാക്കാൻ വേണ്ടി, നേരെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് കത്രിക വെച്ച് കൊടുത്തതായിരുന്നു. കറക്റ്റ് നടുക്കിലാണ് ഞാൻ ഒരു മുത്ത് ഫസ്റ്റ് തന്നെ ലോക്ക് ചെയ്തിടുന്നത്. അതിന് ശേഷമാണ് സൈഡിലേക്ക് എല്ലാം ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ തന്നെ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും സൈഡിലേക്ക് ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് നോക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഓരോന്നോരോന്നായി ലോക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ബ്രേസ്ലെറ്റ് ചെയ്യുന്നത് നമ്മുടെ കൈക്ക് ആവശ്യമായ ഗിയർ വയർ കട്ട് ചെയ്തതിന് ശേഷം ഈ സെയിം പ്രോസസ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബ്രേസ്ലെറ്റും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വലുപ്പത്തിനനുസരിച്ച് ഗിയർ വയറിൻ്റെ ലെങ്ത്ത് കൂട്ടാവുന്നതാണ്. പ്ലെയർ വെച്ചിട്ട് ഓരോ ഗിയർ ലോക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുത്തിന് 2 ഗിയർ ലോക്കാണ്. ഒന്ന് അപ്പുറത്തെ സൈഡിലും ഒന്ന് ഇപ്പുറത്തെ സൈഡിലും വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മാല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മൽ ചെയ്തെടുക്കാം. കമ്മലിന് ഞാൻ ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. ഹെഡ് പിന്നും റിങ്ങിലേക്കാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെഡ് പിന്നിലേക്ക് നമ്മൾ ആ സ്റ്റോണ് കോത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഗിയർ വയറിൽ കോത്തതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല ഹെഡ് പിന്നിലേക്ക് കോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കോത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് പിന്ന് ആവശ്യത്തിന് ഉള്ള ലെങ്ത്ത് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതേ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്കതൊന്ന് വളച്ചൊടിച്ച് ലോക്കാക്കാം. ഈ ലോക്ക് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ റിങ്ങിലേക്ക് കൊളുത്തി കൊടുക്കുന്നത്. അതൊന്ന് വളച്ചൊടിച്ചതിന് ശേഷം നമുക്കിനി അത് റിങ്ങിലേക്ക് കൊളുത്തി കൊടുക്കാം. അങ്ങനെ നമ്മളത് റിങ്ങിലേക്ക് കൊളുത്തി കൊടുത്തിട്ട് കമ്മലും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ മാല സെറ്റ് റെഡി ആയിട്ടുണ്ട്.